ആശാനിൽ 150ഓളം പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഗപ്പി സിനിമാസ് പോലൊരു പ്രൊഡക്ഷൻ അത്രയും ഹിറ്റ്, ഇപ്പം രോമാഞ്ചം അവർ ചെയ്തു, ഗപ്പി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർ മൂന്നാമത്തെ സിനിമ ചെയ്യുമ്പം വളരെ താരമൂല്യമുള്ള ആരും ഇല്ല അതിൽ. ഇന്ദ്രൻ സേട്ടനും ജോമോനും ഉണ്ട്, അതിനകത്തുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ 150ഓളം പുതുമുഖങ്ങളുണ്ട്. അപ്പം അവർ എടുത്തൊരു വലിയ റിസ്ക് അല്ലേ. എല്ലാവരും ചോദിക്കും ബോഗൻവില്ലയ്ക്ക് മുമ്പ് ശേഷം. ഞാനിപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു മൊമെൻറ്റിന്. നമ്മൾ ഇങ്ങനത്തെ ഒരു രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കാന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ സെറ്റിൽ. Today we have a very talented performer with us. Yes, actress Navina. Navina, welcome to the studio. Thank you. പാഷൻ എന്ന സിനിമയുടെ ഒരു ഭാഗമായിരിക്കുകയാണ്. ആഫ്റ്റർ റിലീസ് ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, മിക്സഡ് റിവ്യൂ ആണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും എന്നാൽ കൂടിയും നമ്മുടെ സിനി ഫൈൽസിനെ ഒരുപാട് കണക്ട് ചെയ്യുന്നൊരു സിനിമയാണിത്. അപ്പോൾ ഇത് ഇനി തിയേറ്ററിൽ വാച്ച് ചെയ്യാനായിട്ടുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആശാൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ 3 വട്ടം സിനിമ കണ്ടു. ഇതിൽ അഭിനയിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള എന്താ പറയുക, സിനിമ എല്ലാവരും കാണാൻ പോകൂ എന്ന് പറയുന്നില്ല. VFX ആണെങ്കിലും പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഗപ്പി വെച്ചുള്ള ഒരു കമ്പാരിസൺ അല്ലാതെ സിനിമയുടെ വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. സോ ടെക്നിക്കലി ഒരുപാട് നല്ല സാധ്യതകളൊക്കെ സിനിമയിലുണ്ട്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല പാട്ടുകളുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. എനിക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അതുപോലെ VFXന്റെ ഇപ്പോൾ ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഒരുപാട് എഫേർട്ട് എടുത്തത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കും ചെയ്ത്, കാരണം സിനിമയ്ക്കുള്ളിൽ വേറൊരു സിനിമ, അതിൽ നിന്നും വേറൊരു സിനിമയും കൂടെയാണ് ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്താണത് ഷൂട്ട് ചെയ്ത ഒരു സാധനം അത് VFXൽ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് പറയായിരുന്നു അനന്തൻ്റെ അടുത്ത്, ഇത് നമ്മൾ ഗ്രീൻ മാറ്റ് അല്ലേ കാണുന്നത്, അപ്പം വിഷ്വലി ഇത് കാണുമ്പോൾ ഞാനും വണ്ടടിച്ചിരിക്കുക, വാവ് ഇതിങ്ങനെയാണോ വന്നിരിക്കുന്നത്, നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര വർക്കായി VFX. ഓക്കെ, ഇപ്പം നവീനയുടെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് മുതൽ ഇപ്പം അപ്കമിങ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു അമൽ നീരദ് ഫ്രെയിമിൽ വരിക, അല്ലെങ്കിൽ ഒരു അമൽ നീരദ് പടം ചെയ്യുക എന്നുള്ളത്. അത് സാധിച്ച ഒരാളാണ്. അപ്പോൾ ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. അതായത് എല്ലാവരും ചോദിക്കും ബോഗൻവില്ലയ്ക്ക് മുമ്പ് ശേഷം. ഞാനിപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു മൊമെൻറ്റിന്. നല്ലൊരു കാര്യം സംഭവിച്ചു. ഈ പറഞ്ഞ പോലെ ആഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മൾ, പക്ഷേ ഇത്ര പെട്ടെന്ന് പറ്റുമോയെന്നൊന്നും അറിയില്ല. നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കിതുവരെ ഒരു ഏത് പടത്തിൽ നമ്മൾ അഭിനയിച്ചു എന്ന് പറയുമ്പം നമുക്ക് പറയാനൊരു പേരില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങളുടെ വർക്ക് ഏതാ നിങ്ങൾ ചെയ്തു നോക്കുമ്പം ഞാൻ അമൽ സാറിൻ്റെ ബോഗൻവില്ലയിലാണ് അഭിനയിച്ചതെന്ന് പറയുമ്പം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. അതേപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ടുണ്ട് ആക്ച്വലി, ഒരു 3-4 പടം ചെയ്തു. പക്ഷെ അതിലും ചിലപ്പോൾ നമ്മളെ അറിയുന്ന ആൾക്കാരല്ലാതെ നമ്മളെ നോട്ട് ചെയ്യില്ലായിരിക്കും. പക്ഷെ ബോഗൻവില്ലയാണ് എനിക്ക് ഓക്കെ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് എന്നൊരു ടാഗ് തന്നത്. ഓഡിയൻസ് അത്രയും ഏറ്റെടുക്കുകയും ചെയ്ത് നോട്ടീസ് ചെയ്യുകയും ചെയ്തൊരു ക്യാരക്ടർ. നമ്മളൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസിനെ കൂടുതലും എൻഹാൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ശരിക്കും ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോഗൻവില്ലയിലാണെങ്കിൽ ഡയലോഗ്സ് ഇല്ല. അതിപ്പോൾ ആസ് ആൻ ഓഡിയൻസ് എനിക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റോനെസ്, ആ ഒരു ഡെപ്ത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കൺവേ ആയിട്ടുണ്ടായിരുന്നു പെർഫോമൻസിലൂടെ. ഒരു അത്രയും ഹൈ ഇൻറ്റൻസിറ്റി ക്യാരക്ടർ റോളാണത്. അതിൻ്റെ ഒരു വേ ഓഫ് പ്രോസസ് എങ്ങനെയായിരുന്നു ക്യാരക്ടറിന് വേണ്ടിയിട്ട്? എനിക്ക് ഇവരുടെ കോള് വന്നു, അങ്ങനെ ഇങ്ങനൊരു സീനുണ്ട്, അപ്പം ഇൻറ്റിമേറ്റ് സീനുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ സെറ്റിൽ പോയി സാറിനെ കണ്ടു, കോസ്റ്റ്യൂം ട്രയലൊക്കെ കണ്ടു. അപ്പം എനിക്കതിൽ ഏറ്റവും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം, എന്നോട് സാറാണ് ഷോട്ടിന് മുമ്പ് ഡയറക്റ്റ്ലി വന്ന് ചോദിച്ചത്, പറഞ്ഞത്. അതായത് നവീന ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്, ഷോട്ട് ഇങ്ങനെയാണ്, ഈ ആംഗിളിൽ നിന്നാണ്, നവീനയുടെ കോസ്റ്റ്യൂം ഇതാണ്, കംഫർട്ടബിൾ അല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ സെറ്റിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ADs ആവട്ടെ, നീതു, അമൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ADs ഉണ്ടായിരുന്നു. പിന്നെ സാറടക്കമുള്ള ബാക്കി ടെക്നിക്കൽ ക്രൂ. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കാന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ സെറ്റിൽ. പിന്നെ ആ നോട്ടൊക്കെ എങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ
ആ മൊമെൻറ്റിൽ സംഭവിച്ചു പോയതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനൊരു സീനാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതായത് ഒരു സീൻ, നമുക്കൊരു ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ കേട്ട കഥകളോ കണ്ട ക്യാരക്ടേഴ്സോ കേട്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് എടുക്കാൻ പറ്റിയ പരിപാടികളുണ്ടോ എന്ന് നോക്കും. അപ്പം ഇങ്ങനത്തെ ഒരു പരിപാടി പറഞ്ഞപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യണം. ആ നോട്ടം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി, ഇത് എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ അത് ആ മൊമെന്റിൽ വർക്കായതാണ്, ആ സ്പോട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറായി മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്കതിനെ ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂം ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ലുക്കും ഏജും അതെ, ആംബിയൻസ് ആണെങ്കിലും എനിക്ക് കോസ്റ്റ്യൂം തന്നെ മാറുമ്പം അതിൽ ഞാനേ അല്ല, നവീൻ അതിലില്ല, വേറൊരു സ്ത്രീ തന്നെ കുറേ ഏജ്ഡ് ആയിട്ടുള്ള. അപ്പം ആ കോസ്റ്റ്യൂം ഇട്ട് നമ്മളെ മിററിൽ തന്നെ കാണുമ്പം ഓക്കെ, ആ ഒരു ഇതിലേക്ക് താനെത്തും. നമ്മുടെ ആ ഒരു സ്വിച്ച് ചെയ്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്ദ്രൻസ് എന്നുള്ളൊരു ആക്ടർ, അപ്പം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് കണ്ടറിയാം. ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻ അത്രയും ഉള്ളിൽ കൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്, കാരണം അത്രയും വണ്ടർ അടിച്ചിട്ടുണ്ട്. അത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒബ്സർവ് ചെയ്തിട്ട്? ആശാൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ആശാനിൽ നമുക്ക് അതായത് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാ വേദിയിലും ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ആദ്യമായിട്ട് നായകനായിട്ട് അവതരിപ്പിക്കുന്ന ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ വേറൊരു കാര്യം, ഞാൻ ഈ ജനറേഷനിൽ നിൽക്കുമ്പം ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈയിടയ്ക്കാണ് നമ്മുടെ ശ്രീനിവാസൻ സാറ് നമ്മളെ വിട്ടുപോയത്. അപ്പം എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വട്ടെങ്കിലും തിലകൻ സാറെ കാണണം, മുരളി സാറെ കാണണം, അവരൊക്കെ കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അപ്പം എനിക്കത് പറയുമ്പോൾ എപ്പോഴും ഗൂസ് ബംസ് വരും. കാരണം ഇന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ സിനിമ കാണാത്തവരോട് അത് പറയുന്നില്ല, ഈ പറഞ്ഞ പോലെ മറ്റു സിനിമ വരുമ്പം അത്രയും നല്ലൊരു വേഷം കിട്ടുക. അതായത് കാരണം നമ്മളൊക്കെ സിനിമ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സിനിമേനെ ഇഷ്ടത്തോടെ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ ഇവിടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ടാണ് ശരിക്കും. കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ഈ പറയുന്ന പോലെ വളരെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ സീനിനെയും അവർ അനലൈസ് ചെയ്ത് അഭിനയിക്കുന്ന ചെറിയതാണെങ്കിലും. അപ്പം ഇതിലൊക്കെ ഉപരി ഞാൻ അതിനെ കാണുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. കാരണം ഞാൻ എൻ്റെ ഏജിൽ ഈ ജനറേഷനിൽ നിൽക്കുമ്പം അദ്ദേഹത്തെ പോലൊരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ആ ഒരു പെയറായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമായിട്ട്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആക്ടർ, തിയേറ്റർ പ്രാക്ടീഷണർ ആൻഡ് ടീച്ചർ എന്നുള്ളത്. അപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരുപാട് തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബിജു സോബാൻ, ഗാർഗി അനന്തൻ, സെൽവരാജ് രാഘവൻ, മീനരാജ്. അപ്പം ഇവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ദേ ഹാവ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അബൌട്ട് തിയേറ്റർ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സിനിമയും തിയേറ്ററും തമ്മിൽ 2 മീറ്ററാണ്, 2 മീറ്ററിൽ പോകുന്ന കാര്യമാണ്. ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ ഒരു ഭാരമുള്ള ഒരു വസ്തു അവിടെ ഇല്ലെങ്കിലും അതിൻ്റെ പ്രസൻസ് നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ തിയേറ്റർ എത്രമാത്രം അഭിനയത്തെ പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു? നന്നായിട്ട്. ഗാർഗിയും ഞാനൊക്കെ പോണ്ടിച്ചേരിയിൽ ഒരുമിച്ചായിരുന്നു. അപ്പം തിയേറ്റർ എന്ന് പറയുമ്പം നമുക്ക് കുറച്ചും കൂടെ ലൈറ്റായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സെറ്റിൽ പോകുമ്പോഴുള്ള എന്താ പറയുക, നമുക്ക് ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്ന ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് സ്റ്റോറിയൊക്കെ ആവട്ടെ, എന്നെ തിയേറ്റർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ പഠിച്ചുകൊണ്ട് തന്നെയാണ്, അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റോറി ഉണ്ടാക്കാനാണെങ്കിലും കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ട്. ചില സമയത്തൊക്കെ നമുക്ക് ഈ കോൺഫിഡൻസ് ഒന്നും വരില്ല, ബട്ട് സ്റ്റിൽ നമുക്കത് കട്ട് ചെയ്യാനുള്ള എന്തോ ഒരു സ്കില്ല് നമുക്ക് പലപ്പോഴും കിട്ടും. ഓക്കെ. ഇപ്പോൾ ഞാൻ ആശാൻ എന്ന സിനിമ ഞാൻ പറഞ്ഞു, നമ്മുടെ സിനി ഫയൽസിന് ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുള്ളത്. എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരുടെയും ഒരു ഇഷ്ടത്തെയും സിനിമയായിട്ടുള്ള ഒരു ഇഷ്ടത്തെയും പാഷനെയും കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു. അപ്പം ഇതിൻ്റെ സംവിധായകൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഒരു അപ്കമ്മിങ് ആയിട്ടുള്ളൊരു ആക്ടർ എന്ന നിലയിൽ അങ്ങനെ സ്റ്റിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ? ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആക്ടറാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫേസ് ചെയ്യുന്ന ഒരു പരിപാടി സ്ട്രഗ്ലിംഗ് പീരീഡ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവ് തന്നെയായിരിക്കും. കാരണം നമ്മൾ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്തേക്ക് സിനിമയ്ക്ക് വേണ്ടി ഷിഫ്റ്റായി കഴിയുമ്പം നമുക്ക് മുന്നോട്ട് പോകാൻ സിനിമ മാത്രമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുമ്പം പറയാം, ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം എന്നുള്ള. പിന്നെ അവസരങ്ങൾ വരുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സിനിമയുടെ കാര്യം.
ചിലത് ലക്കായിരിക്കാം, ചിലത് ആ സമയത്ത് സംഭവിച്ചു പോകുന്നതായിരിക്കും. നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുക, കാസ്റ്റിംഗ് കോൾ കാണുമ്പം റെസ്പോണ്ട് ചെയ്യുക. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ആ ഒരു ടൂളിനെ എന്താ പറയുക മിനുക്കിക്കൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കുമ്പം ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ എടുത്ത് ചുമ്മാ വീഡിയോ എടുത്ത് നോക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, കുറച്ചും കൂടെ പിന്നെ ഒരു നല്ല സർക്കിളിലേക്ക് എപ്പോഴും ഇന്നാവുക. സിനിമയായി ബന്ധപ്പെട്ട് എപ്പോഴും എന്താ പറയുക സിനിമയെ പറ്റി സംസാരിക്കുന്ന ഒരു നല്ല സർക്കിള്, സിനിമ കാണുക, ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുക. പിന്നെ സ്ട്രഗ്ലിങ് ഏത് ഫേസിലാണെങ്കിലും ഉണ്ടാവും. ഇപ്പം മമ്മൂട്ടിയുടേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും, അവർക്ക് നല്ല സിനിമകൾ ചെയ്തേ പറ്റും. അപ്പം സസ്റ്റെയിൻ ചെയ്യാന്നുള്ള അതെ അതെ. അപ്പം നമ്മുടെ കയ്യിലുള്ള പരിപാടികൾ എപ്പോഴും മിനുക്കിക്കൊണ്ടിരിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ന്യൂ ഏജ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയും കുറച്ചുകൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുഷ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു വർക്ക് ഫ്ലോ കറക്റ്റാന്ന് തോന്നിയിട്ടുണ്ടോ? ആശാനിൽ 150ഓളം പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഗപ്പി സിനിമാസ് പോലൊരു പ്രൊഡക്ഷൻ അത്രയും ഹിറ്റ്, ഇപ്പം രോമാഞ്ചം അവർ ചെയ്തു, ഗപ്പി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ മൂന്നാമത്തെ സിനിമ ചെയ്യുമ്പം വളരെ താരമൂല്യമുള്ള ആരും ഇല്ല അതിൽ. ഇന്ദ്രൻ സേട്ടനും ജോമോനും ഉണ്ട്, അതിനകത്തുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ 150ഓളം പുതുമുഖങ്ങളുണ്ട്. അപ്പം അവർ എടുത്തൊരു വലിയ റിസ്ക് അല്ലേ അത്. പിന്നെ ഈ പറഞ്ഞ പോലെ DOP വിമലിൻ്റെ ആദ്യത്തെ സിനിമയാണ് DOP. ആദ്യമായിട്ട് അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ സൈഡിലുള്ള ഒരുപാടുണ്ട്. അപ്പം ആ ഒരു പ്രൊഡക്ഷൻ എടുത്ത റിസ്ക് നമുക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് വലിയ കാര്യമല്ലേ, എത്രത്തോളം ആൾക്കാർ ആ ഒരു റിസ്ക് എടുക്കും. ഇപ്പം ഒരു പുതുമുഖത്തിനെ നമ്മൾ സിനിമയിൽ കാസ്റ്റ് ചെയ്താൽ പോലും ഡയറക്ടർ ഓക്കെ ഞാൻ ഇയാളെയാണ് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാലും ചിലപ്പം ഒരു ഒരു പുതിയ സംവിധായകനാണെങ്കിൽ പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് ഒരു നോ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നോക്കുമ്പം ഞാൻ ആശാൻ സിനിമയിൽ നമുക്ക് ഒരുപാട് എല്ലാ സൈഡിലും ഒരുപാട് പുതിയ ആൾക്കാരെ കാണാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സിനിമയും ഈ സിനിമയിൽ കാണിച്ച കാര്യങ്ങളോട് ജെന്യുവനായിട്ട് നിന്നു എന്ന് എനിക്ക് പറഞ്ഞപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരു ക്യാരക്ടറിനെ കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് എൻ്റെ സംവിധായകന്. കാരണം അഭിനയിക്കാതെ പോലും ഈ ഒരു സംവിധായകൻ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു, ജോമോൻ ചെയ്ത ആ ഒരു ക്യാരക്ടറിലൂടെ. അപ്പം ജോൺ പോൾ ജോർജ് എന്നൊരു ഡയറക്ടർ, ഫിലിം മേക്കർ, അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? സമാധാനം. ഭയങ്കര കാമാണ് ആള്. നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പം പ്രഷറില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ഏത് ഷൂട്ടിനാണെങ്കിലും മുൻപേ എന്തെങ്കിലും ചോദിക്കും, സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണോ. ഇത് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ആ സമയത്തായിരുന്നു ഞങ്ങൾക്ക് സീനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ജോണേട്ടന് അപ്പം നമ്മുടെ ഒരു ആക്ടറിൻ്റെ കയ്യിൽ നിന്ന് ന്യൂ ആയിട്ട് എന്താണോ വേണ്ടത്, വെൽ പ്രിപ്പയർഡ് ആയിട്ടൊന്നും വേണ്ട. അപ്പം എനിക്കത് ഭയങ്കര വർക്കായി. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. അതല്ലാതെ നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഒരു ഫ്രഷ്നെസ് ഉള്ള എന്തോ ഒന്ന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടി. ഓക്കെ. ഇപ്പോൾ ഒരു ആക്ടർ ആവണോ ഒരു സ്റ്റാർ ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? ആക്ടർ ആയാൽ മതി. വൈ? സ്റ്റാറായിട്ട് ചിലപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷയിൽ പോലും കയറാൻ പറ്റില്ല. ചുമ്മാ എന്തിനാ സമാധാനത്തോടെ ഇരിക്കണ്ടേ? യാഥാർത്ഥ്യം അല്ലേ, സമാധാനമല്ലേ വേണ്ടത്. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമാധാനത്തോടെ ആരും ശല്യമില്ലാതെ ചെയ്യാൻ പറ്റണ്ടേ. ശരിക്കും കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അഭിനയത്തെ അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അതെനിക്ക് നമുക്ക് വർക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് ശരിക്കും ആക്ടിങ് ആണ് എൻ്റെ വേ ഓഫ് ലൈഫ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, റിയലൈസ് ചെയ്യുന്നത്? ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴാട്ടോ നമുക്ക് പലതും ഓർമ്മ വരാം. 10ാം ക്ലാസ് പഠിക്കുമ്പം എനിക്ക് ഏതാ സിനിമ ഓർമ്മയില്ല. എനിക്ക് അപ്പോഴാണ് ഓക്കെ സിനിമാ നടിയായാൽ കൊള്ളാമെന്നൊരു തോന്നൽ വന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ ഓക്കെ ശരി, നമുക്ക് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് അല്ല, ഓക്കെ ഒരു ടിപ്പിക്കൽ സമയമല്ല, ഒരു ടിപ്പിക്കൽ ഒരു നടിയുടെ ഒരു സൗന്ദര്യമോ അല്ലോ അതിലല്ല നമ്മൾ ഒതുങ്ങുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു ഇഷ്ടം പറഞ്ഞാലും എൻ്റെ ചുറ്റിലുള്ളവരെല്ലാം എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം എനിക്ക് ഇതെങ്ങനെയാണ് പരിപാടി അറിയില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് PG ജേർണലിസം ചെയ്തു. അപ്പം എനിക്ക് മീഡിയയിൽ വർക്ക് ചെയ്താൽ മതി എന്നായി. എൻ്റെ ഫേസ് എനിക്ക് ഇങ്ങനെ കാണിക്കണം. പിന്നെ ജേർണലിസം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ ഒരു കോൺഫിഡൻസ് വന്നു. ആ സമയത്തൊക്കെ ഞാനൊരു 5th തുടങ്ങി നാടകങ്ങൾ ചെയ്യുമായിരുന്നു. നാടകം എപ്പോഴും ചെറുപ്പം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീൻസ് തിയേറ്റർ ഉണ്ടല്ലോ, അത് ഏത് ഇതിലാണോ ശരിക്കും തിയേറ്റർ ചെയ്യുന്നത്? അങ്ങനെ ഇല്ല,
അങ്ങനെ സ്ട്രീറ്റ് പ്ലേസ് ഉണ്ട്. സ്ട്രീറ്റ് പ്ലേസ് ഞാൻ ചെയ്തത് വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ നാട്ടിലെ നമ്മളുടെ ഓരോ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള തിയേറ്റർ ഒക്കെയാണ് അവിടെ ചെയ്തത്. സ്കൂളിൽ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഈ പറഞ്ഞ കലോത്സവങ്ങളിൽ ചെയ്യുന്ന നാടകങ്ങൾ, അങ്ങനെ സ്ട്രീറ്റ് പ്ലേസ് ചെയ്ത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം വന്നു. പിന്നെ നാടകം പഠിക്കാൻ വേണ്ടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പോയി PG കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അങ്ങ് ഇറങ്ങി. അങ്ങനെ പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പം ഇപ്പോൾ ഓഡീഷൻസിനൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ ഒരു മടി കാണും. എങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതായിരിക്കാം അല്ലെങ്കിൽ ഫിയർ ആയിരിക്കാം. അവരോട് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? അഡ്വൈസ് കൊടുക്കാൻ മാത്രം ഞാൻ ആരുമല്ല. ഞാൻ തന്നെ ഓഡീഷൻസിന് പേടിച്ച് പറിച്ചാണ് സത്യം പറഞ്ഞാൽ പോവാറ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ആരോടെങ്കിലും പറയും വിളിച്ചിട്ട്, എനിക്ക് കുറച്ച് കോൺഫിഡൻസ് തരുമോ? ഈ പറഞ്ഞ പോലെ എല്ലാവരും വിചാരിക്കും തിയേറ്ററൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഭയങ്കര കോൺഫിഡൻസ്. ചില സമയത്ത് ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, നമ്മളൊരു ഓഡീഷന് പോകുമ്പം അതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ മൂഡ്, നമ്മൾ സംസാരിച്ച മനുഷ്യന്മാർ, ഇതൊക്കെ നമ്മളുടെ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളത് പറയരുത്. ഈ ആശാനിൽ ഒരു ഡയലോഗ് ഇന്ദ്രൻ ചേട്ടൻ പറയുന്നുണ്ട് ശോഭു ചേട്ടൻ്റെ അടുത്ത്, അബ്രവാളിക്ക് പുറത്തുള്ളതൊന്നും സിനിമയെ ബാധിക്കില്ല. ഞാനിപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ബയോ ആക്കിയിട്ട്, അതാണ് സത്യം. അത് വിചാരിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നവും ഉണ്ടാവും, പല പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ സിനിമയാണ് വേണ്ടതെങ്കിൽ ഗോ ഫോർ ഇറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ചിലപ്പം കോമഡി ആയിട്ട് ആൾക്കാർക്ക് തോന്നുമായിരിക്കും കേൾക്കുമ്പം, ആ ഓഡീഷന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റിൽ ഞാൻ എന്നോട് പറയും, നീ ഇപ്പം മുതൽ വേറൊരു ക്യാരക്ടറാണ്, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്, അങ്ങ് കയറിക്കും. അത് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാറുണ്ട്. അതല്ലാതെ പിന്നെ ആ മൂഡൊക്കെ പോലെ ഇരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ മുന്നോട്ട് ഒരുപാട് നല്ല രീതിയിൽ ക്യാരക്ടേഴ്സ് സമ്മാനിക്കാൻ പറ്റട്ടെ. All the best and thank you. Thank you so much.